നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിനക്കായി എന്തൊക്കെ ചെയ്തു, നിനക്കായി ഇത്ര സമയം മാറ്റിവെച്ചില്ലേ, നിന്നെ ഞാൻ സഹായിച്ചിട്ടില്ലേ, നിനക്കായി ഞാൻ സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടില്ലേ, അങ്ങനെ എങ്ങനെ നിങ്ങളോട് നിരന്തരം പരാതിയും പരിഭവവും പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവരെ കേട്ടിട്ടുണ്ടോ? അത്തരക്കാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവർ നിങ്ങൾക്കായി ചെയ്തതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾക്കു വേണ്ടിയാവില്ല. അവർക്കതൊരു കച്ചവടമാണ്. അവരുടെ പറ്റുപുസ്തകത്തിൽ കുറിച്ചു വെച്ചു മാത്രം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരികയും ചെയ്യുന്നവർ. അതുവഴി നിങ്ങളെ അവർ അവരുടെ നിയന്ത്രണത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ സ്വന്തം ചോയ്സിന് പ്രാധാന്യം കൊടുത്താൽ, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന തിരക്കുകളിലേക്ക് പോയാൽ നിങ്ങളെ അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആ നിമിഷം മുതൽ അവർക്ക് നിങ്ങൾ പ്രശ്നക്കാരായിത്തീരും. പിന്നെ ഞാൻ നിനക്കായി അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഇത് തന്നില്ലേ, അവരുടെ ഔദാര്യത്തിൻ്റെ മറുപുറം മറനീക്കി പുറത്തു ചാടി തുടങ്ങും. പറ്റുപുസ്തകം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു തുടങ്ങും. സ്നേഹത്തിന് പറ്റുപുസ്തകമില്ല എന്ന് മാത്രം പറയട്ടെ. ഇമോഷണൽ ബ്ലാക്ക് മെയിലേഴ്സ് എന്നാണ് നമ്മൾ ഇത്തരക്കാരെ പറയുക. നിങ്ങളുടെ നല്ല മാനസികാരോഗ്യത്തിനായി ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലേഴ്സിൽ നിന്നും ഒരൽപ്പം അകലം പാലിക്കുന്നതും നല്ലതാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നയാളാണോ എന്ന് സ്വയം പരിശോധിക്കാനും, നിങ്ങൾ ഇങ്ങനെ പരിഭവങ്ങൾ പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.